ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ഹിസ്റ്ററിയുടെ കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് എല്ലാവരും അതിൻ്റെ അനുസരിച്ചുള്ള നോട്ടുകളൊക്കെ എനിക്ക് വിട്ടു തരുന്നുണ്ട്. പിന്നെ ഇനി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കാരണം കുറച്ചൊന്ന് വായിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ എഴുതുന്ന സമയത്ത് എന്താ വളരെ വൃത്തിയായിട്ട് നോട്ട് എഴുതാൻ കൂടെ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് കിടക്കുന്നത്. ടോപ്പിക്കിൻ്റെ പേര് ദ തേർഡ് എസ്റ്റേറ്റ് ടേക്ക് ലീഡ്സ് അല്ലേ. ഈ എസ്റ്റേറ്റുകൾ എന്ത് ചെയ്യാണ്, മുന്നേറുന്നു അല്ലേ. 3 എസ്റ്റേറ്റുകൾ മുന്നേറുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒന്നുകൂടെ പറയാം, ദ തേർഡ് എസ്റ്റേറ്റ് ടേക്ക് ലീഡ്സ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ ഫ്രഞ്ച് സമൂഹത്തിന് എന്തുണ്ടായിരുന്നു, 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് സെയിം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് നമ്മൾ അവിടുത്തെ ഫ്രാൻസിൽ അല്ലെങ്കിൽ എന്താണ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിച്ചിട്ടുള്ള കുറേ രാജാക്കന്മാരെ കുറിച്ചും അവര് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ ദുരിതം അനുഭവിച്ചതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ലക്ഷൂറിയസ് ലൈഫ് ഓഫ് ബൂർബൻ കിങ്സ് അല്ലെ. കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ്, ബൂർബൻ രാജാക്കന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ലക്ഷൂറിയസ് ലൈഫ് അവര് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ആഡംബര ജീവിതം നയിച്ചിട്ടുള്ള ആളുകളായിരുന്നു ബൂർബൻ രാജാക്കന്മാര്, പ്രഭുക്കന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും. The frequent wars they waged along with the frequent spells, drought and crop failure. ഇവർ ഇത്തരത്തിലുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് നയിച്ചതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, അവിടെയുള്ള ജനങ്ങള് വളരെയധികം ദുരിതം അനുഭവിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അവര് വളരെ അല്ലെങ്കിൽ വരൾച്ച അവര് അനുഭവിച്ചു. വരൾച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭക്ഷണം പോലും കിട്ടാത്ത അല്ലെങ്കിൽ വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു ആളുകള് പോവേണ്ടി വന്നു. അതുപോലെ തന്നെ എന്താണ് ക്രോപ്പ് ഫെയിലിയർ. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൃഷി നാശവും എന്ത് ചെയ്തു അവർ അനുഭവിച്ചു. കാരണം രാജാക്കന്മാര് ഉള്ള പണം കൊണ്ട് എന്ത് ചെയ്തു, അവര് അവരുടെ ആഡംബര ജീവിതം നയിച്ചപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു, ഒരു തുള്ളി പോലും ജലം കിട്ടാതെ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയും ഈ വെള്ളം കിട്ടാത്തത് എന്ത് ചെയ്തു കൃഷി നാശത്തിലേക്കും നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു അവര് വലിയ രീതിയിലുള്ള ഇക്കണോമിക് ക്രൈസിസ്, അവര് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ തുടങ്ങി. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി എപ്പോഴാണ് നേരിട്ടത്, ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൻ ടു അമേരിക്കൻ കോളനീസ് ഇൻ ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൾസോ അഗ്രഗേറ്റഡ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഫ്രാൻസ് അല്ലെ. ഈ ഫ്രാൻസിലുള്ള ആളുകളെ അവരെന്ത് ചെയ്തു, അമേരിക്കയിലുള്ള അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു അമേരിക്കൻ കോളനീസുകള് എന്ത് ചെയ്തു ഈ ഒരു സമയത്ത് ഒരുപാട് സമ്പത്തും സൈന്യവും ഒക്കെ നൽകിയിട്ട് എന്ത് ചെയ്തു ഫ്രാൻസിലെ ഭരണാധികാരികൾ അവരെ സഹായിച്ചതും എന്ത് ചെയ്തു വൻ തോതിലുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അവര് നേരിടേണ്ടി വന്നു. അപ്പൊ നമ്മള് ഈ 3 എസ്റ്റേറ്റുകൾ മുന്നേറുന്നതിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ പ്രധാനമായിട്ടും ലക്ഷൂറിയസ് ലൈഫാണ്. ആരുടെയൊക്കെയാണ്, ബൂർബൻ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സിലെ ബൂർബൻ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും നയിച്ചിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ആഡംബര ജീവിതം എന്ത് ചെയ്തു ആളുകളെ വരൾച്ചയിലേക്കും അതുപോലെ തന്നെ കൃഷിനാശത്തിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുകയും അതുകൂടാതെ എന്ത് ചെയ്തു ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി എന്ത് ചെയ്തു അതീവ ഗുരുതരമായി. അതിനുള്ള പ്രധാന കാരണം എന്ത് ചെയ്തു, ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് അല്ലെ. അവര് സമ്പത്തും സൈന്യവും ഒക്കെ നൽകിയിട്ട് എന്ത് ചെയ്തു ഫ്രാൻസിലെ ഭരണാധികാരികളെ അവരെന്ത് ചെയ്തു അമേരിക്കൻ അല്ലെങ്കിൽ എന്താണ് അവരെ സഹായിച്ചത് എന്ത് ചെയ്തു വൻ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കാരണമായി. അതുകൂടാതെ എന്ത് ചെയ്തു ലെവി ന്യൂ ടാക്സ് അപ്പോൺ കോമണേഴ്സ് അല്ലെ. അവര് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മേലെ എന്ത് ചെയ്തു പുതിയ അവർക്ക് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു രാജാക്കന്മാർ ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ആശയം അവർ കണ്ടെത്തി. എന്താ ആശയം, പുതിയ ടാക്സുകൾ അല്ലെ. ടാക്സുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മേലെ ഇമ്പോസ് ചെയ്യുക അല്ലെ. പുതിയതായിട്ടുള്ള നികുതികൾ സാധാരണക്കാരുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു 1789 വർഷം മറന്നു പോകരുത്. 1789 എന്ത് ചെയ്തു അവര് ന്യൂ ടാക്സ് പുതിയ രീതിയിലുള്ള നികുതികൾ എന്ത് ചെയ്തു കോമണേഴ്സ് സാധാരണക്കാരുടെ മേലെ ഭരണാധികാരികൾ അടിച്ചേൽപ്പിച്ചു. അതെന്ത് ചെയ്തു ഇങ്ങനത്തെ ഈ ഒരു പുതിയ തരത്തിലുള്ള നികുതി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ചക്രവർത്തിയായിട്ടുള്ള ലൂയി 16 എന്ത് ചെയ്തു ഒരു ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാവുക കേട്ടോ. 1789 ഇവരെ ഫ്രാൻസിലെ അതിരൂക്ഷമായിട്ടുള്ള ഇക്കണോമിക് ക്രൈസിസ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ലൂയി 16
ലൂയി 16 എന്താ ചെയ്തത്? ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഈ സ്റ്റേറ്റ് ജനറലിലൂടെ എന്ത് ചെയ്തു? ഈ ഒരു നമുക്കറിയാം വോട്ടിംഗ് സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാലേ, ഇലക്ഷനിലൂടെ ഒക്കെ നിങ്ങൾക്ക് എന്താ അറിയാം, ഓരോ വ്യക്തിക്കും ഓരോ വോട്ടും, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രതിനിധിയെ എന്ത് ചെയ്യാം, നമുക്ക് തിരഞ്ഞെടുപ്പിലൂടെ വിജയിപ്പിക്കാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഈ 1789 ലൂയി 16 നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ള സ്റ്റേറ്റ് ജനറലിൽ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം അവര് കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷന് നമ്മൾ എത്ര എസ്റ്റേറ്റുകളാ പറഞ്ഞത്? തേർഡ് അല്ലെ, 3 എസ്റ്റേറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ 3 എസ്റ്റേറ്റുകൾ തന്നെയാണ് എവിടെയുള്ളത്? ഈ ലൂയി 16 നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ള ജനപ്രതിനിധി സഭയായിട്ടുള്ള ജനറൽ അസംബ്ലിയിലും എന്തുണ്ട്? ഇത്തരത്തിലുള്ള 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1789 പുതിയ ടാക്സുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ലൂയി 16 നേതൃത്വത്തില് ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ അവര് വിളിച്ചു ചേർത്തു. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ 3 എസ്റ്റേറ്റുകൾ ഉള്ള പോലെ തന്നെയാണ് എന്തിലും ഈ സ്റ്റേറ്റ് ജനറലിലും 3 എസ്റ്റേറ്റുകളായിട്ട് അവര് തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ എസ്റ്റേറ്റില് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും സാധാരണക്കാരുമായിരുന്നു ആ 3 എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ത്? ഫസ്റ്റ് വൺ, ഈച്ച് സ്റ്റേറ്റ് വുഡ് വോട്ട് ഹാസ് ഗ്രൂപ്പ് ഓഫ് ആഡ് 1 വോട്ട് അല്ലെ. ഓരോ ഗ്രൂപ്പിനും എന്ത് ചെയ്യാം? ഒരു വോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ മെമ്പറിനും ഓരോ വോട്ട് എന്ന നിലയിലാണ് അവര് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ തേർഡ് എസ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എന്തില്ല, തേർഡ് എസ്റ്റേറ്റിലാണ് കൂടുതൽ അംഗങ്ങൾ ഉള്ളത്. അപ്പൊ 2 എസ്റ്റേറ്റിലും കുറച്ച് അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാല് ഫസ്റ്റ് 2 എസ്റ്റേറ്റിലുള്ള ആളുകൾ വിജയിക്കൂല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ എന്ത് ചെയ്തു? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന നിലയിൽ അവർ രേഖപ്പെടുത്തി. കാരണം 2 എസ്റ്റേറ്റും ആരെയാ അനുകൂലിക്കുക? രാജാവിനെയാണല്ലേ അനുകൂലിക്കുക. 3ാമത്തെ എസ്റ്റേറ്റ് മാത്രമാണ് എന്ത് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ബാലൻസ് വെച്ച് അല്ലെങ്കിൽ വോട്ടിന്റെ എണ്ണം കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു വോട്ട് മാത്രമേ അവർക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. ബാക്കി 2 വോട്ട് മാർക്ക് കിട്ടും? രാജാവിന് അല്ലെങ്കിൽ കിങ്സിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ഈ ഒരു സ്റ്റേറ്റ് ജനറലില് ഒരു ഐഡിയ അല്ലെങ്കിൽ എന്താണ്, അവരൊരു ആശയപരമായിട്ട് അവർക്ക് വോട്ട് കിട്ടുന്ന രീതിയിൽ അവരെന്ത് ചെയ്തു? മുന്നോട്ട് കൊണ്ടുവന്ന ആശയം എന്ന് വെച്ചാല് 3 എസ്റ്റേറ്റുകൾക്ക് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന നിലയിലാണ് അവർ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ആ ഒരു സിസ്റ്റത്തെ എതിർക്കുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്താ പറഞ്ഞത്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടല്ല വേണ്ടത്, ഓരോ വ്യക്തിക്കും എന്ത് വേണം? ഓരോ വോട്ട് വേണമെന്ന് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വാദിക്കാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ വാദം ആര് അംഗീകരിക്കില്ല? രാജാവ് അംഗീകരിക്കില്ല. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്തു? അവര് കോമൺസ് എന്നറിയപ്പെടുന്ന 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അവര് മുന്നോട്ട് വെച്ചു. ആ എസ്റ്റേറ്റിന്റെ ചിത്രം അല്ലെങ്കിൽ ഓരോ എസ്റ്റേറ്റിലും എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ എസ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3ാമത്തെ എസ്റ്റേറ്റിൽ എത്ര ആളുകളാണ് ഉള്ളത്? 621 അല്ലെ. ടെക്സ്റ്റ് നിങ്ങൾ നോക്കണം. 621 ആളുകളാണ് ഏതിലുള്ളത്? തേർഡ് എസ്റ്റേറ്റിലുള്ളത്. കോമൺലി നോക്കുകയാണെങ്കിൽ 1ാമത്തെയും 2ാമത്തെയും എസ്റ്റേറ്റ് കൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് പോലും ഈ 621 എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ട് അവർക്ക് കിട്ടില്ല. അപ്പൊ ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ വോട്ടാണ് അവര് രേഖപ്പെടുത്തുന്നതെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ വിജയിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ഇതിനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അതിശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഒരു നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസിലെ while the argument when the members of the third estate declared themselves as the national assemblies in France. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരു ദേശീയ അസംബ്ലി വിളിച്ചു കൂട്ടി. ഈ രാജാക്കന്മാരെ ഇവരുടെ ആവശ്യം അംഗീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോ എന്ത് ചെയ്തു? അവരൊരു നാഷണൽ അസംബ്ലി എവിടെ? ഫ്രാൻസിൽ വിളിച്ചു കൂട്ടി. ഒരു ദേശീയ അസംബ്ലി വിളിച്ചു കൂട്ടി. ആ അസംബ്ലിയിൽ എന്ത് ചെയ്തു? ഈ 3ാമത്തെ എസ്റ്റേറ്റിലുള്ള 621 അംഗങ്ങളും അതിൽ പങ്കെടുക്കുകയും അവരെന്ത് ചെയ്തു? ഈ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവെ എന്ത് ചെയ്തു? 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകള് തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് അവര് സ്വയം പ്രഖ്യാപിച്ചു. എന്താണ്?
നാഷണൽ അസംബ്ലി ഇൻ ഫ്രാൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3 എസ്റ്റേറ്റിലും തമ്മിൽ എന്ത് ചെയ്തു, ഈ വോട്ടിന്റെ പേരിൽ തർക്കമുണ്ടായി. അങ്ങനെ 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, അവര് നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, 3 എസ്റ്റേറ്റിലുള്ള ആളുകൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. 2 ആളുകൾ രാജാവിനെ അനുകൂലിച്ചപ്പോൾ 3ാമത്തെ ആളുകൾ സ്വതന്ത്രനായിട്ട് നിന്നു. എന്നിട്ട് അവർ പറഞ്ഞെന്ത്, ഓരോ ഈ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ ആ സമയത്ത് തന്നെ അവരെന്ത് ചെയ്തു, 3ാമത്തെ എസ്റ്റേറ്റിലുള്ള അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്നവര് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്തു, അവര് സമ്മേളിച്ചു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ എന്താണ് പ്രതിജ്ഞ എന്ന പേരിൽ ചോദിക്കാറ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. അങ്ങനെ നോട്ട് ടു ലീവ് അണ്ടിൽ ദി ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ് അല്ലെ, അവരെന്ത് ചെയ്തു, ഫ്രാൻസിന് ഒരു എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ ഇവിടെ വിട്ടു പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 3 എസ്റ്റേറ്റുകളിലുള്ള തർക്കം തുടർന്നു. 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകള് ഞങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിലെത്തി. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷമേ ഞങ്ങൾ അവിടുന്ന് പിരിയുകയുള്ളൂ എന്ന് അവരെന്ത് ചെയ്തു, അവർ പ്രതിജ്ഞ ചെയ്തു. ആ ചെയ്ത പ്രതിജ്ഞയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് എന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള പ്രതിജ്ഞ ആയതുകൊണ്ടാണ് അതിനെന്ത് വിളിച്ചത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പൊ മറക്കാതെ നോട്ടിലേക്ക് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താന്ന് എഴുതണം. പിന്നെ 3 എസ്റ്റേറ്റിലുള്ള അംഗങ്ങളെ കുറിച്ച് എഴുതണം. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ 3 എസ്റ്റേറ്റുകൾ എങ്ങനെയാണ് മുന്നേറുന്നത്, ആരൊക്കെയാണ് ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിച്ചത് ആരൊക്കെയാണെന്ന് എഴുതണം. അതുകൂടാതെ എങ്ങനെയാണ് കോമൺസ് എന്നറിയപ്പെടുന്ന ആളുകള് അവരുടെ ആവശ്യം എങ്ങനെയാണ് ഉന്നയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് എഴുതണം, നോട്ടില് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കണം. ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ ശേഷം അവിടെ കുറേ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തുടർന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. കുറച്ച് ബോക്സുകളായിട്ട് നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങളും അതിലെ കുറച്ച് സംഭവങ്ങളും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ കാര്യം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ആ വർഷം അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതിൽ ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറഞ്ഞാല് 14 ഏത് മാസമാണ്, ജൂലൈ മാസമാണ്. വർഷം എന്നാണ് 1789. 1789 ജൂലൈ 14-ാം തീയതി അവിടെ എന്താ സംഭവിച്ചത്, അവരൊരു സ്ലോഗൻ അല്ലെ, അവരൊരു മുദ്രാവാക്യം മുഴക്കി. എന്തൊക്കെയാണ് ആ മുദ്രാവാക്യം, 3 കാര്യങ്ങൾക്കാണ് അവർ ഊന്നൽ നൽകിയത്. എന്തൊക്കെയാണ്, ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. ബൂർബൻ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിട്ടുള്ള ബാസ്റ്റിൽ ജയിൽ തകർത്തുകൊണ്ട് എന്ത് ചെയ്തു, അവര് ഈ ഒരു ലിബർട്ടി അല്ലെങ്കിൽ ഈക്വാളിറ്റി, ഫെർട്ടേണിറ്റി 3 ആശയങ്ങൾ അവർ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ അവർ മുദ്രാവാക്യമായിട്ട് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ജനാധിപത്യം, ഞങ്ങൾ എല്ലാവരും തുല്യരാണ്, സമന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എവിടേക്കാ പോയത്, ബൂർബൻ രാജവാഴ്ച അല്ലെ, ലക്ഷൂറിയസ് ലൈഫ് കീപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിച്ചിട്ടുള്ള ബൂർബൻ രാജാക്കന്മാരുടെ പ്രതീകമായിട്ടുള്ള ബാസ്റ്റിൽ എന്ത് ചെയ്തു, അവര് തകർത്തുകൊണ്ട് അവര് സ്ലോഗൻ 14-ാം തീയതി ജൂലൈ 1789 അവരുടെ ഫസ്റ്റ് വിപ്ലവം അവര് തുടക്കം കുറിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, ദിസ് ഇവന്റ് കൺസിഡർ ആസ് ദ കമൻസ്മെന്റ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. അങ്ങനെ എന്ത് ചെയ്തു, ഫ്രഞ്ച് റവല്യൂഷന്റെ ആരംഭമായി അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെ ഈ പ്രകടനത്തിന് ശേഷമാണ്. 1789 14-ാം തീയതി ജൂലൈ മാസം ബൂർബൻ രാജാക്കന്മാരുടെ പ്രതീകമായി ബാസ്റ്റിൽ ജയിൽ തകർത്തുകൊണ്ട് അവർ ഫ്രഞ്ച് റവല്യൂഷന് തുടക്കം കുറിച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് എന്താണ് മാസം, സെക്കൻഡ് 12-ാം തീയതി ഓഗസ്റ്റ് 12-ാം തീയതി ഓഗസ്റ്റ്. അതേ മാസം തന്നെയാണോ 1789 വർഷം, സെയിം വർഷം തന്നെയാണ് അവരെന്ത് ചെയ്തു, അവരൊരു എന്താണ് പുറപ്പെടുവിപ്പിച്ചത്, റൈറ്റ് ടു മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ അല്ലെ, മനുഷ്യാവകാശം പ്രഖ്യാപനമാണ് അവര് സെക്കൻഡ് ആയിട്ട് അവര് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 12-ാം തീയതി ഓഗസ്റ്റ് 1789 അവര് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി.
അവര് എല്ലാ സിറ്റിസണും എന്ത് വേണം, റൈറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു മനുഷ്യാവകാശം, മനുഷ്യന് പ്രാധാന്യമുണ്ട് എന്ന് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രഖ്യാപനം അവര് പാസ്സാക്കിയിട്ടുണ്ട്. തേർഡ് നമുക്ക് കാണാം ഒക്ടോബർ മാസം സെയിം വർഷം തന്നെയാണ് 1789. ഒക്കെ വർഷം സെയിം ആണ് കേട്ടോ. മാസങ്ങൾക്കും ഡേറ്റുകൾക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്. 1789 ഒക്ടോബർ മാസം എന്ത് ചെയ്തു, thousands of women marched from Paris to the palace of Versailles to slogan give us bread. അല്ലേ, അവര് ഒരു ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു, അവര് വെർസായിസ് കൊട്ടാരത്തിലേക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ പ്രകടനം നടത്തി. എന്താണ് അവരുടെ മുദ്രാവാക്യം? അവർക്ക് ഭക്ഷണം വേണം അല്ലെ. അവരൊരു സ്ലോഗൻ അവര് കൊണ്ടുവന്നു. ആ സ്ലോഗൻ എന്താണ്? give us bread എന്നാണ് അവര് പറഞ്ഞത് അല്ലെ. അവർക്ക് ഭക്ഷണം വേണം. ആയിരക്കണക്കിന് സ്ത്രീകള് ബൂർബൻ രാജാക്കന്മാര് അവര് നടത്തിയിട്ടുള്ള ഈ ഒരു രാജവാഴ്ചയുടെ ഫലമായിട്ട് ഈ സ്ത്രീകൾക്കൊന്നും എന്ത് കിട്ടുന്നില്ല, കൃത്യമായിട്ടുള്ള ഭക്ഷണം. സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ വിഷമങ്ങളും അതുപോലെ തന്നെ അവരുടെ റൈറ്റ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെവിടേക്കാ പോയത്, വെർസായിസ് കൊട്ടാരത്തിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ അവരെന്ത് ചെയ്തു, ഒരു മുദ്രാവാക്യം മുഴക്കി. ആ മുദ്രാവാക്യം എന്താ പറഞ്ഞത്? ഗീവ് ഹസ് ബ്രെഡ് അല്ലെ, ഞങ്ങൾക്ക് എന്തില്ല, ഭക്ഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അവര് അങ്ങോട്ട് പോയത്. തേർഡിലേക്ക് വരാം. ഏതാ മാസം? സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ മാസം ഏത് വർഷമാണ്? 1792 കേട്ടോ. വർഷം ഇവിടെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. മൂന്ന് കോളത്തിൽ നമുക്ക് സെയിം വർഷമാണെങ്കിൽ നാലാമത്തെ ബോക്സിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് കാണുന്നത്. 1792 ആണ്. വർഷങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടും അതുപോലെ വർഷം മാത്രമല്ല ഇതിൽ കൊടുത്തിട്ടുള്ള ഡേറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ലാസ്റ്റ് സെപ്റ്റംബർ 1792. The National Convention formed as per the Constitution proclaimed France as the Republic. അല്ലെ, പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദേശീയ കൺവെൻഷൻ എന്തായി, ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഫ്രാൻസ് എന്ത് ചെയ്തു, സ്വതന്ത്രമായില്ലേ. നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ പറഞ്ഞ പോലെ തന്നെ അവസാനം എന്ത് ചെയ്തു, ഇവരുടെ ഈ ബാസ്റ്റിൽ ജയിൽ തകർക്കുകയും മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയും സ്ത്രീകള് അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെ അവസാനം എന്തിലേക്ക് കലാശിച്ചു, ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. റിപ്പബ്ലിക്കിലേക്ക് എന്ത് ചെയ്തു, ഫ്രാൻസിനെ നയിക്കുകയുണ്ടായി. അങ്ങനെ ഫ്രാൻസ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്വാതന്ത്ര്യമായിട്ട് പ്രഖ്യാപനം അല്ലെങ്കിൽ 1792 ആയപ്പോഴേക്കും ഇത്തരത്തിലുള്ള ബൂർബൻ രാജാക്കന്മാരുടെ അധികാരം അവസാനിക്കുകയും ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് എന്ന കൺസെപ്റ്റിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാണ്. ഫ്രം ഫ്രാൻസ് ടു അതർ നാഷൻസ് അല്ലെ, ഫ്രാൻസിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക്. ഫ്രം ഫ്രാൻസ് ടു അതർ നാഷൻ, ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ എന്താണ് കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ കൊടുത്തത്? വെൻ ഫ്രാൻസ് നീസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്യൻ ക്യാച്ച് കോൾഡ് അല്ലെ. വെൻ ഫ്രാൻസ് നീസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്യൻ ക്യാച്ച് കോൾഡ് അല്ലെ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഈ ടോപ്പിക്ക് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. അത് ആരുടെ അഭിപ്രായമാണ്? ഫ്രം ദി ഒപ്പീനിയൻ ഓഫ് ആസ്ട്രിയൻ ചാൻസലർ അല്ലെ, ആസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെന്റർനിക്കിന്റെ അഭിപ്രായമാണ് എന്ത്, ഫ്രാൻസ് തുമ്മിയാൽ ആർക്കാ ജലദോഷം പിടിക്കുന്നത്? യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരുടെ വാക്കാണ്? ആസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെന്റർനിക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വാക്കാണ്. മെന്റർനിക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള വാക്കാണത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇടതുവശത്തായിട്ട് ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒബ്സർവ് ദി ചാർട്ട് ഇമ്പാക്ട് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷന്റെ കുറച്ച് ഇമ്പാക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഇടത് സൈഡിലായിട്ട് കുറച്ച് ബോക്സുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്റ്റിമുലേറ്റഡ് ഓൾ ദി ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദി വേൾഡ് അല്ലെ. പിൻകാലത്ത് എന്ത് ചെയ്തു? ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകരാന് ഇതിലൂടെ സാധിച്ചു. സെക്കൻഡ് വൺ,
paved the way for the end of the feudal system in Europe. യൂറോപ്പിൽ എന്ത് ചെയ്തു? യൂറോപ്പിൽ നിലനിന്നിട്ടുണ്ടായിരുന്നിട്ടുള്ള ആധിപത്യത്തിന് എന്ത് ചെയ്തു? അല്ലെങ്കിൽ അധികാരികളുടെ അന്ത്യത്തിന് ഇത് വഴി തെളിയിച്ചു. ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് പറഞ്ഞത്. ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? ഫ്യൂഡൽ സിസ്റ്റം അല്ലെ, അവിടെ നിലനിന്നിട്ടുള്ള ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കി. തേർഡ് എന്താണ്? പ്രൊക്ലൈംഡ് ദാറ്റ് ദ നേഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദി പീപ്പിൾ. അല്ലെ, രാജ്യം എന്നാല് അതെന്തല്ല, ഒരു പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് എന്ത് ചെയ്തു? ഈ ഒരു റവല്യൂഷനിലൂടെ അവർ പ്രഖ്യാപിച്ചു. ഫോർത്ത് വൺ, കോൺട്രിബ്യൂട്ടഡ് ദി കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവർണിറ്റി. അല്ലെ, ജനാധിപത്യം അല്ലെങ്കിൽ എന്താണ്, ജനകീയ പരമാധികാരം എന്ന ആശയം എന്ത് ചെയ്തു? മനുഷ്യരാശിയിലേക്ക് അവര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ ബോക്സിലുള്ള കാര്യങ്ങൾ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ്. റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ കാര്യങ്ങളും അതിൽ എത്ര പോയിന്റ്സ് ആണോ പറയുന്നത്, 8 പോയിന്റ്സോളം പറയുന്നുണ്ട്. ആ 8 പോയിന്റ്സും എന്താണ്, പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യന് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബൈഹാർട്ട് ചെയ്യുകയോ അല്ലാതെ പഠിക്കുകയോ എന്തും ചെയ്യാം. നിങ്ങൾ അത്രയും നിങ്ങൾ എഴുതി എക്സാമിന് എഴുതി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഫോർത്ത് 4 നമ്മൾ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞു. 5-ാമത്തേലാണ് പോകുന്നത്. ലീഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. അല്ലെ, ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു. ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്സിലെ മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. അതുവരെ അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിരുന്നു മിഡിൽ ക്ലാസ് എന്നുള്ളത്. ഇതിനുശേഷം ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഒരു മധ്യവർഗം എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു? കുറച്ച് പരിഗണന ഒക്കെ ലഭിക്കാൻ തുടങ്ങി. അവർ സമൂഹത്തിലെ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങി. 6th അല്ലെങ്കിൽ 6-ാമത്തേതായിട്ട് നമുക്ക് എന്ത് പറയാം? നമ്മള് മധ്യവർഗത്തിന്റെ വളർച്ച പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് അവര് നയിച്ചു. അവസാനമായിട്ട് എന്ത് ചെയ്തു? യൂറോപ്പിൽ നിലനിന്നിട്ടുണ്ടായിരുന്നുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന് ഒരു ഭീഷണി ഉയർത്തിയില്ലേ. സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണമായിരുന്നു അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഓട്ടോക്രാറ്റിക് റൂളേഴ്സിന് എന്ത് ചെയ്തു? അവര് അവിടെ അന്ത്യം കുറിക്കുകയും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏകാധിപത്യം എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്തു? പുതിയൊരു രീതിയിലേക്ക് ആളുകൾക്ക് മാറാൻ അല്ലെങ്കിൽ എന്താണ്, ഒരു ഓട്ടോക്രാറ്റിക് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് അവിടെ എല്ലാ മനുഷ്യർക്ക് എന്താണ്, ഒരു ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് എന്ന നിലയിലേക്ക് മാറാൻ തുടങ്ങി. ഇത്രയുമാണ് അതിൽ പറയുന്നത്. ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു? ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകരാൻ സാധിച്ചു. യൂറോപ്പിൽ നിലനിന്നിട്ടുള്ള ഫ്യൂഡൽ സിസ്റ്റത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. അതുകൂടാതെ എന്ത് ചെയ്തു? രാജ്യം എന്നാൽ പ്രദേശമല്ലെന്നും ആ രാജ്യത്തിനകത്തുള്ള ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രഖ്യാപനം നടത്തി. പിന്നീട് എന്ത് ചെയ്തു? ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് അവരെന്ത് ചെയ്തു? മധ്യവർഗത്തിന്റെ വളർച്ച അവിടെ ഉയരാൻ തുടങ്ങി. അവസാനമായിട്ട് എന്ത് ചെയ്തു? ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. ആ സ്വേച്ഛാധിപത്യ ഭരണത്തിന് എന്ത് ചെയ്തു? അവര് ഭീഷണി ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള കോമൺസിന് ധാരാളം റൈറ്റുകൾ ലഭിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നെപ്പോളിയനെ കുറിച്ചാണ്. നെപ്പോളിയൻ എന്ന് പറഞ്ഞാല് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റൂളറാണ് അല്ലെങ്കിൽ ഭരണാധികാരിയാണ്. ആദ്യമൊക്കെ ഒരു ഏകാധിപതിയെ പോലെ ഭരിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ് പറയാൻ പോകുന്നത്. Napoleon played a crucial role in the defeating the European alliance which was formed under the leadership of Britain against France in the post-revolution period. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഫ്രാൻസിനെതിരെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള യൂറോപ്യൻ സഖ്യത്തിനെതിരെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? യൂറോപ്യൻ സഖ്യത്തിനെതിരെ നേരിട്ട് വിജയം കൈവരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള വ്യക്തിയാണ് നെപ്പോളിയന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ നെപ്പോളിയന്റെ പല ആശയങ്ങളും പല ആളുകൾക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? വളരെ പേടിയാവാൻ തുടങ്ങി. നെപ്പോളിയന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവർക്കുണ്ടാവുന്ന ചേഞ്ചസിന് ഒരിക്കൽ പോലും അവർക്ക് ഫ്രാൻസിലുള്ള ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവര് ഇത്തരത്തിലുള്ള നെപ്പോളിയന്റെ ആശയങ്ങളെ അവര് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1799 എന്ത് ചെയ്തു? അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. അവരെന്ത് ചെയ്തു? ഫ്രാൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അധികാരം പിടിച്ചെടുക്കുകയും
he switched the power in France in 1799. 1779 ഫ്രാൻസിന്റെ കംപ്ലീറ്റ് അധികാരം ആര് പിടിച്ചടക്കി? നെപ്പോളിയൻ പിടിച്ചടക്കി. അങ്ങനെ നെപ്പോളിയൻ ഒരു ഓട്ടോക്രാറ്റിക്, ഒരു ഏകാധിപതിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സെവറൽ റിഫോംസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഫ്രാൻസിലെ അദ്ദേഹത്തിന്റെ ഒരുപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കി. ഒരു ഓട്ടോക്രാറ്റിക് ഭരണാധികാരി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഒരുപാട് റിഫോംസുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് ആശയങ്ങൾ എവിടെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു? ഫ്രാൻസിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തെ പേജ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ മറിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഐഡിയാസ് ആൻഡ് എയിംസ് ഓഫ് ഈ ഫ്രഞ്ച് റവല്യൂഷനിലെ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ആശയങ്ങളും പരിഷ്കാരങ്ങളുമാണ് അപ്പുറത്തെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. 4 മാർക്കിനാണ് എക്സാമിന് അത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടും അതുപോലെ തന്നെ കൃത്യതയോട് കൂടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്, ഫാമേഴ്സ് വെർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. അല്ലെ, അദ്ദേഹത്തിന്റെ ഭരണം വന്നതിന് ശേഷം എന്ത് ചെയ്തു? കർഷകര് കൃഷി ഭൂമിയുടെ ഉടമകളായില്ലേ. അതുവരെ അവഗണിക്കപ്പെട്ട വിഭാഗമായിട്ടും തങ്ങളുടെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ രാജാക്കന്മാർ അടിച്ച് അല്ലെങ്കിൽ രാജാക്കന്മാർ കൈക്കലാക്കിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ച ആളുകൾക്ക് നെപ്പോളിയന്റെ ഭരണത്തിന് ശേഷം എന്ത് വരാൻ തുടങ്ങി? കർഷകർക്കൊക്കെ ഭൂമിയുടെ ഉടമകളായിട്ട് അവര് മാറാൻ തുടങ്ങി. ഫാമേഴ്സ് വെർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. ലാൻഡിന്റെ ഉടമകളായിട്ട് അവർ മാറാൻ തുടങ്ങി. രണ്ടാമതായിട്ട് എന്ത് ചെയ്തു? ഫോംഡ് സിക്കിംഗ് ഫണ്ട്. അല്ലെ, സിക്കിംഗ് ഫണ്ട് എയിം അവോയ്ഡ് ദ പബ്ലിക് ഡെപ്റ്റ്. അല്ലെ, പൊതു കടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു. ധാരാളം കടങ്ങളിലെ കൃഷി ചെയ്യുന്ന ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്ത് ചെയ്തു? അവരുടെ കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണമൊക്കെ അവർ കടം കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കടമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? കർഷകര് ഉടമകളായില്ലേ, കർഷകര് ഭൂമിയുടെ ഉടമകളായി. രണ്ടാമതായിട്ട് പറഞ്ഞത് സിങ്കിങ് ഫണ്ട്. അല്ലെ, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് രൂപീകരിച്ചു. മൂന്നാമതായിട്ട് എന്ത് ചെയ്തു? കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്. അല്ലെ, ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? റോഡുകളും ട്രാൻസ്പോർട്ടിലെ ഗതാഗത സൗകര്യങ്ങള് അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നാലാമത്തേതായിട്ട് പറയുന്നത് എക്സൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദി ക്ലർജിലെ. അവരെന്ത് ചെയ്തു? പുരോഹിതന്മാരുടെ രാജ്യത്തിന് മേലുള്ള അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് രാജ്യത്തിന് മേലുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തു? അവർ ഏർപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെ അഴിച്ചുവിട്ട കുതിരകളെ പോലെ പോയിട്ടുള്ള ആളുകളായിരുന്നു ആര്? പുരോഹിതന്മാരും പ്രഭുക്കന്മാരൊക്കെ. അവർക്കൊക്കെ എന്ത് ചെയ്തു? ഒരു കടിഞ്ഞാൺ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഭരണത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെ അഞ്ചാമത്തേതായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ഇൻ സെൻട്രലൈസ്ഡ് ഫിനാൻസിലെ സെൻട്രലൈസ്ഡ് ഫിനാൻസ്. അങ്ങനെ അവരെന്ത് ചെയ്തു? സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് അവര് സ്ഥാപിച്ചു. 6th വൺ, പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ മോഡിഫൈങ് ദി എക്സിസ്റ്റിംഗ് ലോസിലെ. പുതിയ നിയമങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു നിയമസംഹിത അദ്ദേഹം എഴുതി തയ്യാറാക്കി. അപ്പൊ ഈ 6 പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും കൂടെ ഒന്ന് നമ്മൾ ചുരുക്കി പറയാം. കൃഷി അല്ലെങ്കിൽ കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി. രണ്ടാമതായിട്ട് പൊതുകടം, പബ്ലിക് ഡെപ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു. മൂന്നാമതായിട്ട് അദ്ദേഹം ചെയ്തു കൺസ്ട്രക്റ്റഡ് റോഡ്സിലെ സെവറൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം റോഡുകളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടുകളും അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ നാലാമതായിട്ട് എന്ത് ചെയ്തു? ക്ലർജി നോബിൾസിലെ അവര് പുരോഹിതന്മാരും അത് പ്രഭുക്കന്മാരുടെ എന്താണ് രാജ്യത്തിന് മേലുള്ള നിയന്ത്രണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല നിയന്ത്രണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അഞ്ചാമതായിട്ട് എന്ത് പറഞ്ഞു? സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് അദ്ദേഹം രൂപീകരിച്ചു. ആറാമതായിട്ട് എന്ത് ചെയ്തു? പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ. അല്ലെ, പുതിയ നിയമസംഹിത അല്ലെങ്കിൽ പഴയ നിലവിലുള്ള നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയൊരു നിയമസംഹിത അദ്ദേഹം എഴുതി തയ്യാറാക്കി. അങ്ങനെ നെപ്പോളിയൻ എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ ദേശീയത ശക്തിപ്പെടുത്തുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതോടുകൂടിയിട്ട് എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ ദേശീയത അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ഐക്യം, അവരുടെ ആത്മബന്ധമൊക്കെ എന്ത് ചെയ്തു? ഒന്നുകൂടെ വളരാൻ തുടങ്ങി. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ നെപ്പോളിയൻ കൺട്രീസ് ഫ്രീസ്ഡ് ദ റിഫോംസ്. നെപ്പോളിയൻ സ്പ്രെഡ് ഓൾ ഓവർ ദി യൂറോപ്പ്. അങ്ങനെ നെപ്പോളിയന്റെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ എന്ത് ചെയ്തു? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ദേ ഓർഗനൈസ്ഡ് ദംസെൽസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഇംഗ്ലണ്ട്. അങ്ങനെ ഇംഗ്ലണ്ടിലുള്ള ആളുകൾക്കിടയിൽ എന്ത് ചെയ്തു?
അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് നെപ്പോളിയന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പേടിയാവാൻ തുടങ്ങി. നെപ്പോളിയൻ അല്ല അവർ ഭയപ്പെട്ടത്, പകരം എന്താണ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളാണ് അവിടുത്തെ ഭരണാധികാരികൾ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും നെപ്പോളിയനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങനെ നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദി യൂറോപ്യൻ അലയൻസ് ഇൻ ദി ബാറ്റിൽ ഓഫ് വാട്ടർലൂ ആൻഡ് ലോസ്റ്റ് ഹിസ് പവർ ഇൻ 1815. അങ്ങനെ 1815 വാട്ടർലൂ യുദ്ധത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിഫീറ്റഡ് ബൈ ദി യൂറോപ്യനുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വാട്ടർലൂ എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധത്തോട് കൂടിയിട്ട് നെപ്പോളിയന് 1815 കൂടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടുകയും യൂറോപ്യൻ സഖ്യത്തിനോട് പരാജയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, നെപ്പോളിയന്റെ അധികാരം നഷ്ടപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണം അവിടെ നിർത്തേണ്ടി വന്നു. എന്നിരുന്നാലും ഈ ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങളിലെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ്. അതിന്റെ മുന്നേ ആയിട്ട് ഒരു ഹോംവർക്കും കൂടെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ തരുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 20 നിങ്ങൾക്ക് ഒരു നെപ്പോളിയൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കുറച്ച് ആശയങ്ങളും അതുപോലെ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 2 ബോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കിയിട്ട് നോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആൻസർ കൂടെ എഴുതിയിട്ട് വേണം എനിക്ക് സെൻഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നെപ്പോളിയന്റെ ഈ ഒരു ആശയമാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.